അപ്പൊ അവൾക്ക് അവിടെ ഇവിടെയും ചൊറിച്ചലാണ്, മറ്റേതാണ്, മറിച്ചേതാണ്, അവൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടോ ചൊറിയാത്തത്, ഇതൊക്കെ ചോദിക്കുക. എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. ഒരു രേഖ, ഒരു അന്ന തോമസ് വയസ്സായി, ഇപ്പൊ പറച്ച കുഴിയിലേക്ക് കാല് വെക്കാനായി, എന്നാലും അടങ്ങാത്ത ഞരമ്പ് രോഗം എന്ന് പറയില്ലേ, നിങ്ങൾക്ക് കണ്ടാ അറിയാം അവർ വിടുന്ന കമന്റ്സുകൾ. എന്താ എനിക്കറിയില്ല. ഇനി കെട്ടിച്ചു വിടാൻ പ്രായമുള്ള മോളുണ്ട്, അടങ്ങി ഒതുങ്ങി ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എന്തേലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എല്ലാരും കാണുന്നല്ലേ, എന്തേലും ചെയ്യുന്നുണ്ടോ? നോർമലി ഞാൻ ചിലപ്പോൾ നടക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷൻ വീഡിയോ, അത് സ്വാഭാവികമായിട്ട് എല്ലാവരും എടുക്കുന്നതിൽ ഞാൻ എടുക്കുന്നില്ലൂ. അല്ല മറ്റുള്ളവരാരും എടുക്കുന്ന രീതിയിലല്ല ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എന്നിട്ടും തെറിയ. അന്ന തോമസിന് എന്താണ് ഭ്രാന്ത് എന്ന് എനിക്കറിയില്ല, രേഖക്ക് എന്താ ഭ്രാന്ത് എന്ന് എനിക്കറിയില്ല. ഇനി അവരെ ഉദ്ദേശിച്ച് ആരെങ്കിലും ആണോ എന്നെ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയില്ല. അല്ല അവർക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. സത്യം ഞാനാണ് ഇപ്പൊ ഇഷ്യൂ, അവരുടെ പ്രശ്നം ഞാനാണ്, ഏട്ടനല്ല പറയുന്നത്. പിന്നെ ഒരു വത്സല എന്ന് പറയുന്ന ലേഡി വന്നിട്ട് ഇപ്പം മിനിഞ്ഞാന്ന് പറഞ്ഞു, പത്രമായിട്ട് അഭിനയിച്ചപ്പോൾ ക്രിസ്റ്റിനോട് കുറച്ച് ബഹുമാനവും ആരാധനയും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഈ എന്നാ ഇവളെ പോലത്തെ ഒന്നിനെ കെട്ടിയ പിന്നെ അതും ഇല്ലാണ്ടായി. എന്തെനിക്കറിയില്ല. ഇപ്പൊ ക്രിസ്റ്റിനെ അപ്പോ അവരൊക്കെ ആഗ്രഹിച്ചിരുന്ന